ഹായ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്. 12:15 ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. കൈപ്പക്കൊക്കെ അറിയാം, കൈപ്പക്ക. കമ്പനിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. 11:30 ആയിന് കമ്പനിക്ക് പോയിട്ട് വരുമ്പോൾ. പിന്നെ ഇലയുണ്ട്, ശനിയാഴ്ച വീടി കൊണ്ടുവന്നു. അപ്പം അമ്മ രാത്രി ഉറങ്ങാത്തപ്പോൾ ഞാൻ കുറച്ച് തിരക്കുന്നതാണ്. അതിപ്പോൾ ചൂടല്ലേ, അപ്പം ഇല ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കുടയാണ്. അപ്പോൾ വെള്ളമെല്ലാം പോകും. പിന്നെ പൊതിർക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പണിയെല്ലാം ആയി വേഗം. അതുകൊണ്ട് കുറച്ച് മുറിക്കാന്ന് വിചാരിച്ചു. അമ്മ ഉറങ്ങുന്നുണ്ട്. അമ്മ ഉറങ്ങുന്നുണ്ട്. പുതിയ നൈറ്റിയെല്ലാം ഇട്ട് വാങ്ങി കൊടുത്തു. പുതിയ നൈറ്റ് വാങ്ങി. അത് തന്നെ പുതിയ നൈറ്റ് വാങ്ങിയിട്ട് ഹായ് മാഡം, ഹായ് മാഡം. ചാനൽ, യൂട്യൂബ് ചാനൽ ಯಾರಿಲ್ಲ, ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ನಾನೇಯ. നൈറ്റിനല്ലേ ഉണ്ടാ നിങ്ങൾ കാണതില്ല? അമ്മേനെ കാണുന്നില്ല. അമ്മേരെ പുതിയ നൈറ്റിയാണ്. 300 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിക്കൊടുത്ത് ചെറുതാക്കി. ഇന്നലെ അലക്കിയിട്ടെല്ലാം വെച്ച് ഇന്ന് രാവിലെ കുട്ടക്കാകില്ല, 2 കെട്ടാക്കില്ല. അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് ഭയങ്കര സന്തോഷമായി നൈറ്റി വാങ്ങിയിട്ട് കിട്ടിയപ്പോൾ. ഇങ്ങനെ എപ്പോൾ കുറേ ദിവസമായി പറയുന്നു എനിക്കൊരു മാക്സി വേണം, മാക്സി വേണം. അങ്ങനെ നമുക്കൊരു മാക്സി വാങ്ങിക്കൊടുത്തു. അങ്ങനെ അതിനെ അപ്പോഴന്നെ ചെറുതാക്കി എല്ലാം ആക്കിയിട്ട് ഇന്ന് രാവിലെ കുളിച്ചിട്ടാകുമ്പോൾ ഇട്ടതാണ്. നല്ല കളറ്. ഇവിടെ താഴെ നിന്ന് വാങ്ങിയതാണ്. നല്ല കളറ്. പിന്നെ നിങ്ങളെല്ലാവരും ചോറ് കഴിക്കാനായില്ലേ അല്ലേ? നമ്മൾ 2 മണിക്കാണ് ചോറ് കഴിക്കുന്നത്. ഇന്ന് കയ്പൊക്കെ കറിയാക്കിയിട്ട് വേറൊന്നും ഉണ്ടാക്കിയിട്ടാ. വെള്ളം ഇട്ടിട്ട് അവർ കയ്പൊക്കെ മുറിച്ചിട്ട് വേവിക്കും. വേവാനാകുമ്പോൾ വെള്ളം ഇടും. പിന്നെ പച്ചമാങ്ങ മുറിച്ചിടും. പിന്നെ തേങ്ങയും മുളകും അരച്ചിട്ട് അതിലൊഴിക്കും. വെള്ളം ആയിക്കൂടാ, കട്ടി ആയിക്കൂടാ. പിന്നെ കടുക് വറുത്തു. അത്ര അതാണ് എനിക്കിഷ്ടമാണ് ആ കറി. അമ്മേരെ കറി. അമ്മക്ക് വെള്ളം കറിയെല്ലാം ഭയങ്കര ഇഷ്ടം. ഞാൻ തൈരാക്കിനി. അപ്പോൾ തൈര് കുറച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പെല്ലാം ഇട്ട് മുളകിട്ടിട്ടാണ്, കാരമല്ല മുളകിട്ടിട്ട്. മുളകിട്ടാൽ നല്ല ഉണ്ടാവും. എന്നാലും ഞാൻ മുളകിട്ടിട്ട് അങ്ങനെ കുപ്പിയിലാക്കിയിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചൂടല്ലേ. എല്ലാവരും ചൂടിന് ഇങ്ങനെ കുടിക്കണം. മുളക് മല്ലിയിലയിലിട്ടാൽ നല്ല ഉണ്ടാവും. പക്ഷേ നമുക്കതിഷ്ടമല്ല. മുളക് ചെറിയ കാരം ഞാൻ അമ്മ ആക്കിയ രീതിയിൽ ഞാനാക്കി. പിന്നെ മുളകിലിട്ട് നല്ല രസമുണ്ടാവും. നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ എന്ത് കഴിക്കുന്നത് അത് തന്നെ ഞാൻ കഴിക്കുക. പിന്നെ വറവ് ഓരോരിക്കൽ എൻ്റെ രീതിയിൽ വെക്കും. ഇതെല്ലാം അമ്മക്ക് ഇഷ്ടമുള്ളത് പോലെ തന്നെ കഴിക്കും.
ഞാൻ മുളകിലിട്ടെല്ലാം കൊണ്ടുപോകാന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഇവിടെ വേദനയല്ലേ, സർപ്പശുദ്ധിയില്ല, മുളകൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ മുളക് ഇട്ടിട്ട് ഞാനും കുടിക്കലില്ല. ഉപ്പും തൈരിൽ വെള്ളം ഒഴിച്ച്. ഇപ്പം ചൂടല്ല, എല്ലാവരും കുടിക്കണം അങ്ങനെ. പിന്നെ വീട്ടിൽ നിന്ന് ഞാനൊരു ചക്ക കൊണ്ടുവന്നു. ചക്ക ഇത് നാളെ വറവാക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞതിൽ പോയിട്ടുണ്ടായിരുന്നു, ഉത്സവത്തിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസം 27 ഒന്ന് കറി വെച്ചു, ഒന്ന് വലുതില്ലേ, ഒന്ന് കുറച്ച് കറി വെച്ചു. 2-3 പ്രാവശ്യം കറി വെച്ചു. ഇത് കറി വെക്കണത്ര. പിന്നെ വേറെ എന്തും പറയാനില്ല. എന്നും പറയുന്നത് പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരുപാട് 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 നന്ദി. എന്ത് പറയണമെന്ന് അറിയില്ല, അത്രയും സന്തോഷമുണ്ട്. പിന്നെ ലൈക്ക് അടിക്കുന്നവർക്കും അത് സന്തോഷമുണ്ട്. പിന്നെ അവരാരാണെന്നൊന്നും അറിയില്ല. ഒത്തിരി 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 സന്തോഷം. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആരാണെന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ വഴിക്ക് എവിടെയെങ്കിലും കണ്ടെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അമ്മയെന്ന് പറഞ്ഞിട്ടൊന്ന് വിളിക്കണം. വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണം. എനിക്കെല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. എല്ലാവരോടും സംസാരിച്ചില്ലെങ്കിൽ ചിരിക്കുന്ന ആളാണ്. പിന്നെ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ, ബാക്കി നടക്കണം. ഓക്കെ, ബൈ ബൈ ബൈ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാണ് നമ്മളെ ബലം. നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് എനിക്കും എൻ്റെ അമ്മക്കുള്ളൊരു മുന്നോട്ടുള്ളൊരു ബലം. നിങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ളൊരു പ്രാർത്ഥന. ഓക്കെ, ബൈ ബൈ.